പുതിയൊരു പാർട്ണർ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആ ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് പഠിച്ചത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. രണ്ടാമത് പഠിക്കാനുള്ളത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. In simple average profit method, the weightage given for all years is equal. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കുറേ വർഷങ്ങളിലുള്ള പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഓരോ വർഷത്തിനും നമ്മൾ നൽകുന്ന വെയ്റ്റേജ് ഈക്വൽ വെയ്റ്റേജ് ആണ്. ഒരു 10 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ വർഷത്തെ പ്രോഫിറ്റിനും ഏറ്റവും തൊട്ട് മുന്നേയുള്ള വർഷത്തെ പ്രോഫിറ്റിനും നമ്മൾ നൽകുന്നത് ഈക്വൽ വെയ്റ്റേജ് ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വെയ്റ്റേജ് നൽകുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയായൊരു കാര്യമല്ല. കാരണം 10 വർഷം മുന്നേ കിട്ടിയ പ്രോഫിറ്റും തൊട്ട് മുന്നേയുള്ള കഴിഞ്ഞ വർഷം കിട്ടിയ പ്രോഫിറ്റും നമുക്ക് ഒരേ വെയ്റ്റേജ് നൽകിക്കൊണ്ട് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ശരിയായ മെത്തേഡല്ല. ഏറ്റവും അടുത്ത വർഷങ്ങളിലുള്ള തൊട്ടടുത്ത വർഷങ്ങളിലുള്ള പ്രോഫിറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ബിസിനസ്സിൽ. ഒരു 2020 നമ്മൾ ഒരു ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ 2020 ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്ന സമയത്ത് 2000 ഗുഡ് വില്ല് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് 2019 പ്രോഫിറ്റിനുണ്ടാവും. അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ വെയിറ്റേജ് ആയിരിക്കും 2018 പ്രോഫിറ്റിനുണ്ടാകുക. അതേപോലെ 2017 പ്രോഫിറ്റിന് അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ വെയിറ്റേജ് ആയിരിക്കും ഉണ്ടാകുക. അപ്പം കറണ്ട് ഇയറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇയറിലുള്ള പ്രോഫിറ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസും, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഈ ഒരു കാര്യം പരിഗണിക്കുന്നേ ഇല്ല. എല്ലാ വർഷങ്ങൾക്കും തുല്യമായ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അതിന് പകരം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. Then it is considered to be better to give higher weightage to profit in recent years than those of the earlier years. മുന്നേയുള്ള വർഷത്തേക്കാളും ഏറ്റവും അടുത്ത വർഷങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ വെയ്റ്റ് ലൈക്ക് 1, 2, 3 given to the respective years. ഇവിടെ നമ്മൾ ഓരോ വർഷത്തിനും ഓരോ വെയ്റ്റ് നമ്മൾ നൽകുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ വർഷത്തിന് 1 എന്ന് കൊടുക്കും, രണ്ടാമത്തെ വർഷത്തിന് 2 എന്ന് കൊടുക്കും. അങ്ങനെ എത്ര വർഷങ്ങളിലുള്ള പ്രോഫിറ്റാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ഓരോ വർഷങ്ങൾക്കും ഓരോ വെയ്റ്റ് നമ്മൾ അലോ ചെയ്യുകയാണ്. ഏറ്റവും അവസാനത്തെ വർഷത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വെയ്റ്റ് നമ്മൾ നൽകുന്നത്. ഒരു 5 വർഷത്താണെങ്കിൽ ഒന്നാമത്തെ വർഷത്തിന് 1 നൽകും, രണ്ടാമത്തെ വർഷത്തിന് 2 നൽകും, മൂന്നാമത്തെ വർഷത്തിന് 3 നൽകും, നാലാമത്തെ ഇതിന് 4 എന്നും അഞ്ചാമത്തതിന് 5 എന്നും വെയിറ്റ് നൽകും. അപ്പം അങ്ങനെയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിക്കുക ഈ 5ാമത്തെ വർഷത്തെ പ്രോഫിറ്റിനാണ്. അതായത് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും 5ാം വർഷത്തെ പ്രോഫിറ്റ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അപ്പം ഇങ്ങനെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആദ്യം കാണണം. ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണോ ഉള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ് വില്ല് നമുക്ക് ലഭിക്കും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്, ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ഇൻറ്റു ആ വർഷത്തെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് കിട്ടും.
ഇനി ഓരോ വർഷത്തിനും നൽകിയിട്ടുള്ള വെയിറ്റ്, ആ വെയിറ്റേജുകളെല്ലാം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. ഈ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് നോക്കാം. ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ 5 years were 2012 23,000, 2013 again 23,000, 2014 24,000, 2015 26,000 and 2016 20,000. Calculate the value of goodwill on the base of 3 years purchase of weighted average profit. ഈ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 years ഓഫ് പർച്ചേസ് ആണ്. അതായത് 3 മടങ്ങാണ് ഗുഡ്വില്ലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദ അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് ഫോർ ദ ലാസ്റ്റ് 5 years were 1, 2, 3, 4 and 5 റെസ്പെക്റ്റീവ്ലി. 5 വർഷങ്ങൾക്ക് നമ്മൾ നൽകുന്ന വെയ്റ്റ് 1 മുതൽ 5 വരെയുള്ള നമ്പറുകളാണ്. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിനൊരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇയർ, പ്രോഫിറ്റ്, വെയ്റ്റ്, പ്രോഡക്റ്റ്. ഇവിടെ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്. 2012 നമുക്ക് തന്നിട്ടുള്ള ഇയർ. ആ വർഷം തന്നിട്ടുള്ള പ്രോഫിറ്റ് 23,000 ആണ്. അതേപോലെ 2013 23,000, 2014 24,000, 2015 26,000, 2016 20,000. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന കാര്യമാണ്. ഇനി ഇവിടെ നമ്മൾ ഓരോ വർഷത്തിനും ഓരോ വെയ്റ്റ് നമ്മൾ നൽകണം. അപ്പോൾ ഒന്നാമത്തെ വർഷം 2012 ആണ്. അതിന് 1 എന്നുള്ള വെയ്റ്റ് നമ്മൾ നൽകി. 2013 23,000 ആണ് പ്രോഫിറ്റ് ഉള്ളത്. അതിന് 2 എന്നുള്ള വെയ്റ്റ് നമ്മൾ നൽകി. 14 3 എന്ന വെയിറ്റേജ് നൽകി. 2015 4 എന്ന വെയിറ്റേജ് നൽകി. 2016 5 എന്ന വെയിറ്റേജ് നൽകി. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഒന്നാമത്തെ വർഷം പ്രോഫിറ്റ് 23,000 ആണ്. 23,000 ഇൻറ്റു 1 23,000. ഇനി രണ്ടാമത്തെ വർഷത്തെ പ്രോഫിറ്റ് 23,000 ഇൻറ്റു 2 ആണ് 46,000. ദെൻ തേർഡ് ഇയറിൽ 24,000 ഇൻറ്റു 3 72,000. ഫോർത്ത് ഇയറിൽ 26,000 ഇൻറ്റു 4 1,04,000. ദെൻ ലാസ്റ്റ് ഇയറിൽ 20,000 ഇൻറ്റു 5 1,00,000. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് കിട്ടും. ആ ടോട്ടൽ പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിനാണ്. നമുക്ക് അറിയാം. ഇവിടെ നോക്കാം. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ട് വരേണ്ടത് ഈ ഒരു ലാസ്റ്റ് ഇയറിലാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കൊണ്ടാണ് ഇത് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനേക്കാളും നല്ലതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ വെയിറ്റേജ് നമുക്ക് കിട്ടി 15 കിട്ടി. അതേപോലെ ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് 3,45,000 ലഭിച്ചു. ഇവിടെ നമ്മളിനി ആവറേജ് പ്രോഫിറ്റും അതോടൊപ്പം തന്നെ ഗുഡ്വില്ലും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ആണ്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,45,000 ഡിവൈഡഡ് ബൈ 15 നമുക്ക് കിട്ടുന്നത് 23,000 ആണ്. ദെൻ ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ 23,000 ഇൻറ്റു 3 years ഓഫ് പർച്ചേസ് 69,000. ഇപ്പോൾ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനേക്കാളും കൂടുതൽ നല്ല രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. കാരണം റീസെൻ്റ് ഇയറിലുള്ള പ്രോഫിറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതിനാലാണത് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനേക്കാളും നല്ലതാണെന്ന് പറയുന്നത്.